ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ യൂട്യൂബ് യാത്ര അവസാനം വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും കടമ്പകൾ ഒരുപാടുണ്ട് കേട്ടോ. എന്നാലും ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ട് നമ്മൾ ഫുൾ മോണി ആയിരിക്കുന്ന എല്ലാവരുടെ ഒരു ഡ്രീം തന്നെയാണ്. നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവരുടെ ഒരു ഡ്രീം തന്നെയല്ലേ ഫ്രണ്ട്സ്. അത് ഫുൾ മോണി ആക്കുക, വാച്ച് അവർ കംപ്ലീറ്റ് ആവുക, ഫുൾ മോണി ആക്കുക, പിന്നെ ഡോളർ കയറുക. അതെല്ലാം ഒരു സ്വപ്നമാണ് കേട്ടോ. അത് നമുക്കിപ്പോൾ ഇന്ന് യാഥാർത്ഥ്യമായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് യാത്രയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ എന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നുള്ളൊരു പറയാം. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് 6 മാസം ആയപ്പോഴാണ് യൂട്യൂബ് ചാനൽ ചുമ്മാ ഒരു ടൈം പാസിന് തുടങ്ങിയത്. അതായത് അവൾക്കിപ്പോൾ 5 വയസ്സുണ്ട് കേട്ടോ. പക്ഷേ 2 വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ട് പിന്നെ ഒരു അനക്കവും ഇല്ലായിരുന്നു. ചുമ്മാ അതവിടെ ഇരുന്നു. പിന്നെ അതിനകത്ത് അപ്ലോഡും ഇല്ല, പരിപാടിയും ഇല്ല. അതന്നെ പറ്റിയത് പ്രശ്നം കേട്ടോ. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, നല്ല റീച്ചിൽ പോകും. പക്ഷേ ഇത് ആദ്യം തന്നെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തി. നമുക്കറിയില്ലല്ലോ, നമ്മൾ ചുമ്മാ ഒരു ടൈം പാസിന് തുടങ്ങുന്നതാണല്ലോ. അപ്പോൾ അതങ്ങനെ വന്നു. പിന്നെ കുറേ ആയപ്പോൾ സിമ്മിന് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വന്നത് കേട്ടോ വീഡിയോസ്. അങ്ങനെ സിമ്മൊക്കെ മാറി ഇപ്പോൾ കറക്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 1.5 വർഷത്തിന് മേലെയായി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഷോർട്സിലൂടെ നിറയെ സബ്ബ് കിട്ടി. ഫൺ ഡബ് ഇവിടെ പൂച്ചക്കുട്ടികൾ, അതുപോലെ തന്നെ പപ്പിക്കുട്ടി, പിന്നെ കാക്ക, ഉറുമ്പ്, എന്തും ഞാൻ ഫൺ ഡബിന് തിരഞ്ഞെടുക്കുമായിരുന്നു. അതുപോലെ വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലും ഒരു ഫൺ ഡബ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. പക്ഷേ എന്തെങ്കിലും അല്ല, ഏകദേശം നല്ല കറക്റ്റ് അതിന് പറ്റിയ ഫൺ ഡബ് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ് നിറയെ കിട്ടും കേട്ടോ. നേരത്തെയൊക്കെ ഓരോ ഷോർട്സിനൊക്കെ 25 സബ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫൺ ഡബിന്. അതാണ് ഞാൻ എപ്പോഴും അത് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സബ് ആവാനായിട്ട് ഓടി നടക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് ഫൺ ഡബ് കേട്ടോ. നിറയെ സബ് കിട്ടും. ഷോർട്സ് ഇടുക, കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. ഒരു 10,000 പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല സബ് കിട്ടും. എന്തായാലും 10-25 മേളിൽ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു. ഷോർട്സിലൂടെ നിറയെ സബ്ബായി. പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞു ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. ലൈവ് ചെയ്യാം, പക്ഷേ ഭയങ്കര മടിയായിരുന്നു ഫേസ് ലൈവ്, പ്രത്യേകിച്ച് ഫേസ് ലൈവ്. ഒരുപാട് പ്രതിസന്ധികളും ഉണ്ട്, അത് വേറെ കാര്യം. നമുക്കൊരുപാട് പരിമിതികളുണ്ടായിരുന്നു ഫേസ് ലൈവൊക്കെ ചെയ്യുന്നതിന്. പക്ഷേ അതിനെല്ലാം തരണം ചെയ്തു നമ്മൾ ഫേസ് ലൈവ് ചെയ്തു. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഒരു 15 മിനിറ്റ് ലൈവ് ഇട്ടിട്ട് കട്ട് ചെയ്യും കേട്ടോ. 1-2 പേര് വന്നു പോയാൽ പോയി, വന്നാൽ വന്നു, അങ്ങനെ എന്നിട്ട് കട്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുസൃതി ചോദ്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ച്, ഇഷ്ടംപോലെ ബുക്കുണ്ട് ഇവിടെ. കുസൃതി ചോദ്യങ്ങളുടെ ഇഷ്ടംപോലെ ബുക്കുകൾ ഞാൻ എഴുതി വെച്ച പേപ്പറുകളുണ്ട്. പൊന്നുകുട്ടൻ ഇടയ്ക്ക് ഓരോന്ന് എടുക്കും. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ലൈവ് ചെയ്യാൻ തുടങ്ങി. ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും, പിന്നെ അന്താക്ഷരി കളിക്കും, പാട്ട് പാടും, ആൻസർ പറയുന്നവർക്ക് പാട്ട് പാടി കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു രസമായിട്ട് എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് കേട്ടോ. എന്നെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരെ കിട്ടി. അതെൻ്റെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യം അതാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തുടർന്ന് വന്നു. ഇപ്പോൾ ലൈവ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടി. ഞാൻ ഇപ്പോൾ ഫുൾ മോണി ആയി. അപ്പോൾ കൂടുതലും ഷോർട്സിൽ നിന്നല്ല എനിക്ക് മോണി ആവാൻ കഴിഞ്ഞത്. ലൈവ്, വീഡിയോ, ഇത് രണ്ടും വെച്ചിട്ടാണ് കേട്ടോ. 365 ദിവസത്തിൽ 4000 വാച്ച് അവറാണ് ഞാൻ കംപ്ലീറ്റ് ആയത്. അല്ലാതെ ഷോർട്സിൻ്റെ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. 90 ദിവസത്തിൽ 10 മില്യൺ വ്യൂസാണ് വേണ്ടത് ഷോർട്സിൽ, അത് കംപ്ലീറ്റ് അല്ല. അപ്പോൾ നമ്മുടെ വീഡിയോയും ലൈവും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 5 മാസം ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് ചിട്ടയായിട്ട് ഒരു ദിവസം ഒരു 2 ലൈവ് വെച്ച് ചെയ്താലും പെട്ടെന്ന് മോണി ആവാൻ പറ്റും ഫ്രണ്ട്സ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം, ഒരു കുഴപ്പമില്ല. 5 മാസം മതി. കറക്റ്റ് സമയത്ത് ഇടുക, കറക്റ്റ് ഒരു 2 മണിക്കൂർ ലൈവ് ചെയ്യുക, ഓക്കെ മതി. ഒരു അഡിക്ഷനും ഉണ്ടാവില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അഡിക്ഷൻ അതൊന്നും ഉണ്ടാവത്തില്ല, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ തന്നെ രാവിലെയൊക്കെ ഒന്നാമത്തെ റേഞ്ചില്ല, മടിയാണ് കേട്ടോ, മടി വരും. അപ്പോൾ നമ്മൾ പിന്നെ കുഴപ്പമില്ല, ഇനി ഒരു ലൈവായിട്ട് നമ്മൾ ഇനി കുറയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീഡിയോസ് ഇടണമല്ലോ, അതുകൊണ്ട് ഒറ്റ ലൈവായിട്ട് കുറയ്ക്കും. അപ്പോൾ രാവിലെയൊക്കെ ആയിരിക്കും ഇനി ലൈവ് ഇടുന്നത്. അത് ലൈവ് ഇടണം കേട്ടോ. ലൈവ് നമ്മൾ ഫുൾ മോണി ആയെന്ന് വിചാരിച്ച് ലൈവ് ഇടാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് വാച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, അതുകൊണ്ട്. അത് തന്നെയല്ല, ഹാഫ് മോണി ആയി കഴിയുമ്പോൾ നമുക്ക് ലൈവിൽ നിന്ന് നമുക്ക് സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കർ, മെമ്പർഷിപ്പ്, അതിലൂടെ ഡോളർ കിട്ടും. അങ്ങനെ കുറച്ച് ഡോളറുകൾ ഫുൾ മോണി ആവുന്ന സമയത്ത് തന്നെ എനിക്കുണ്ട്, കുറച്ച് ഡോളറുകൾ കിട്ടിയിട്ടുണ്ട്. ഫുൾ മോണി ആയിക്കഴിഞ്ഞ് പരസ്യ വരുമാനം കിട്ടുള്ളൂ. വീഡിയോസിൽ നിന്നും ഷോർട്സിൽ നിന്നൊക്കെ പരസ്യ വരുമാനം കിട്ടും. റീയൂസ്ഡ്, അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എല്ലാവരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് റീയൂസ്ഡ് എങ്ങനെയൊക്കെ വരാമെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ ഫ്രണ്ട്സ്. റീയൂസ്ഡ് നമ്മൾ മറ്റൊരാളെ ഇപ്പോൾ വാട്സപ്പ് വഴി ഒക്കെ ഷെയർ ചെയ്ത് കിട്ടിയ വീഡിയോ നമ്മൾ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുത്തുകുത്തുകളൊക്കെ കാണും. ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കത്തില്ല, നമ്മൾ കൊണ്ടുവന്ന് ചാനലിലിടും, അത് റീയൂസ്ഡ് ആകും. ചിലത് കോപ്പിറൈറ്റ് ആവും. പാട്ടൊക്കെ ഉള്ളതാണെങ്കിൽ കോപ്പിറൈറ്റ് ആവും. കോപ്പിറൈറ്റ് നമുക്ക് ക്രോമിൽ പോയി മാറ്റാം. പക്ഷേ റീയൂസ്ഡ്
ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഗ്യാലറിയിലെടുത്ത വീഡിയോ തന്നെയാണെന്ന് ഇരിക്കട്ടെ. നമ്മുടെ ഫോണിൽ നമ്മുടെ ഗ്യാലറിയിൽ കിടക്കുന്ന വീഡിയോ നമ്മളൊരു പ്രാവശ്യം അപ്ലോഡ് ചെയ്തു, രണ്ടാമത് വീണ്ടും സോങ് ചേഞ്ച് ചെയ്ത് നമ്മൾ അത് വീണ്ടും അപ്ലോഡ് ചെയ്തെന്ന് ഇരിക്കട്ടെ. അത് റീയൂസ്ഡ് ആവും. അതിന് പകരം ആദ്യം ഒന്ന് അപ്ലോഡ് ചെയ്തു, സെയിം വീഡിയോ തന്നെ ഒരു എഡിറ്റിംഗ് ആപ്പിലിട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് സേവ് ചെയ്യുക. എന്തെങ്കിലും കളറൊക്കെ ചേഞ്ച് ചെയ്ത്, ജസ്റ്റ് കളറൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയൊരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് രണ്ടാമത് യൂട്യൂബിലിടാം. 4-5 പ്രാവശ്യം ഇട്ടാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ എഡിറ്റ് ചെയ്ത് 10 പ്രാവശ്യം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനതെന്തെന്ന് വെച്ചാൽ ഞാൻ പലതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ മോണിക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പലതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ഫോട്ടോസിനുണ്ടാവും കേട്ടോ റീയൂസ്ഡ്, അടിക്കും. ഫോട്ടോസിന് പ്രശ്നമുണ്ട്. അത് ഏതൊക്കെ സൈറ്റാണെന്ന് അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത ഫോട്ടോസെല്ലാം ഞാനതെല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ്. നല്ല ടെൻഷനായിരുന്നു എന്തെങ്കിലും റീയൂസ്ഡ് ഉണ്ടോയെന്ന്. പക്ഷേ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ പോയി. അതിനുശേഷം പിന്നെ സ്ട്രൈക്ക്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ചാനൽ യാത്രയിൽ സ്ട്രൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫ്രണ്ട്സ്. എനിക്ക് കിട്ടിയിട്ടുണ്ട് ഐ ഡി കാർഡ് വന്നത് ഒരു വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്ട്രൈക്ക്. അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു ഫ്രണ്ട്സ്, എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ഐ ഡി കാർഡ് കാണിച്ചാൽ സ്ട്രൈക്ക് കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും മാരകമായി ഈ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടല്ലോ, ആയുധങ്ങൾ, പിന്നെ പടക്കം, അങ്ങനെയുള്ള സാധനങ്ങൾ, ഒരു കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ അപകടമാണെന്ന് തോന്നുന്ന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്ട്രൈക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ഈ പടക്കത്തിൻ്റെ ഇത് കരിമരുന്നൊക്കെ നിറയ്ക്കുന്ന വീഡിയോ ഇല്ലേ കോവിലുകളിൽ, അതൊക്കെ സ്ട്രൈക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഒരു ആൾക്ക് അങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം പറയാമല്ലോ, അത് സ്ട്രൈക്ക് അടിക്കും. പിന്നെ ചില ബ്രാൻഡുകൾ കാണിച്ചു കഴിഞ്ഞാൽ സ്ട്രൈക്ക് അടിക്കും. പ്രത്യേകിച്ച് കുട്ടികൾ സ്ക്രീനിൽ വന്നാൽ സ്ട്രൈക്ക് അടിക്കും. അത് 99% ചാൻസാണ് കുട്ടികൾ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ സ്ട്രൈക്ക് അടിക്കും കേട്ടോ. ലൈവിൽ കേട്ടോ, വീഡിയോയിലല്ല. വീഡിയോ എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ലൈവിൽ കുട്ടികൾ തനിച്ച് വന്നു കഴിഞ്ഞാൽ സ്ട്രൈക്ക് അടിക്കും. കുട്ടികളിപ്പോൾ പേരൻസിൻ്റെ കൂടെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഡ്രസ് കോഡ് കറക്റ്റ് ആയിരിക്കണം. ഡ്രസ് കോഡ് കറക്റ്റ് അല്ലെങ്കിൽ പേരൻസിൻ്റെ കൂടെ ആണെങ്കിലും സ്ട്രൈക്ക് അടിക്കും. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല യൂട്യൂബിന്. അതായത് ഇഷ്ടംപോലെ പോളിസികളുണ്ട്. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, കുട്ടികൾ വരാതിരിക്കുക. വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രൈക്കാണ്. അതപ്പോൾ സ്ട്രൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഏതൊക്കെ വഴി വരുമെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കഷ്ടപ്പെട്ടാണ് നമ്മൾ മുന്നോട്ട് ഓരോ ദിവസവും അത് കൂട്ടി കൊണ്ടുവരുന്നത് വാച്ചവർക്ക്. അതിനിടയിൽ നമ്മൾ നെഗറ്റീവ് കമൻറ്റ് തരണം ചെയ്യണം, വളരെ വൈഡായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ് തരണം ചെയ്യണം. ഇതെല്ലാം ഉണ്ട്. അല്ലാതെ ഇത് ഈസി ആയിട്ടുള്ള ഒരു ഇതല്ല, ജോലി പോലെ തന്നെ കരുതി മുന്നോട്ട് പോകണം. അല്ലാതെ ഇത് ഈസി ആയിട്ട് ഇത് നേടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമ്മുടെ ഒരു ജോബായിട്ട് തന്നെ കാണാം നമ്മുടെ. അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും വിജയം ഉണ്ടാകും കേട്ടോ. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വാക്കുകൾ കേൾക്കുക. നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. നെവർ മൈൻഡ്. നമ്മളെങ്ങനെയാണെന്ന് നമുക്കറിയാം, നമ്മുടെ കൾച്ചർ എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മളിടുന്ന ഓരോ വീഡിയോ എന്താണ്, എങ്ങനെയാണ്, അത് എന്താണെന്നുള്ളത് നമുക്കറിയാം. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ കേട്ടോ. ആരും മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഫാമിലി, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ആ ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ സപ്പോർട്ട് മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകാൻ. പിന്നെ നമ്മളെല്ലാവരും ഉണ്ടാകും സപ്പോർട്ടിന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബ് ജേണി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.